നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ വിപ്ലവം തീർത്ത അണികളെയും അനുഭാവികളെയും മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ല. പിണറായി വിജയന്റെ ശൈലിയെ വിരൽ ചൂണ്ടി വിമർശിച്ചവർ ഇന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ അമിതാധികാര പ്രയോഗങ്ങളും ഏകാധിപത്യ ശൈലിയും കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നാൽ UDFന് വൻ തിരിച്ചടിയും സീറ്റുകളുടെ വലിയ ചോർച്ചയും ഉണ്ടാകുമെന്നത് കേവലം രാഷ്ട്രീയ പ്രവചനമല്ല, താഴെത്തട്ടിലുള്ള യഥാർത്ഥ വസ്തുത അതാണ്. സ്വന്തം മന്ത്രിസഭയിലെ സഹപ്രവർത്തകരുടെ വകുപ്പുകളിൽ പോലും വലിയ രീതിയിലുള്ള കടന്നുകയറ്റമാണ് മുഖ്യമന്ത്രി സതീശൻ നടത്തുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവും ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തലയുടെ വകുപ്പിൽ പോലും മുഖ്യമന്ത്രി ഇടപെടുന്നു എന്നത് നിസ്സാരമായി കാണാനാകില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള സതീശന്റെ പിടിവാശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും ഘടക കക്ഷികളിൽ നിന്നും കടുത്ത എതിർപ്പുയർന്നിട്ടും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായില്ല. ഫിനാൻസ് ബില്ലിൽ നിന്ന് ഈ നിർദ്ദേശം ഒഴിവാക്കണമെന്ന സഹപ്രവർത്തകരുടെ ആവശ്യം മുഖ്യമന്ത്രി തള്ളിയത് UDFന് വോട്ട് ചെയ്ത മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ മലപ്പുറത്ത് സതീശൻ സർക്കാരിന്റെ പല തീരുമാനങ്ങളും വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. RSS അജണ്ടയെന്ന് മുസ്ലിം ലീഗ് തന്നെ മുൻപ് വിശേഷിപ്പിച്ച PM ശ്രീ പദ്ധതി ഇപ്പോൾ വിഴുപ്പലക്കി നടപ്പിലാക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് ലീഗ് മന്ത്രിമാർ തന്നെയാണ്. UDF അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതി അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തുമെന്ന് വീരവാദം മുഴക്കിയ ലീഗ് നേതാവ് KM ഷാജി അതിനായി ചുവപ്പ് പരവതാനി വിരിക്കുന്നത് അണികളെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി RSS ബന്ധം ആരോപിക്കപ്പെടുന്ന ശേഷാദ്രിനാഥനെ നിയമിച്ചതും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കി. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഈ നിയമനത്തെ ചോദ്യം ചെയ്തപ്പോൾ നിയമനം തന്റെ അറിവോടെയാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ചത് മന്ത്രി KM ഷാജിയാണ്. ഈ പ്രതിഷേധം തണുപ്പിക്കാൻ പൊന്നാനി MLA മതസംഘടനാ നേതാക്കളുടെ അടുത്തേക്ക് അനുനയ ചർച്ചയ്ക്ക് വിട്ട സതീശന്റെ തന്ത്രം പുതിയ കാലത്ത് വിലപ്പോവില്ല. ജനങ്ങൾ ആരുടെയും ചിന്താശേഷി സാമുദായിക നേതാക്കൾക്ക് പണയം വെച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഓർക്കുന്നത് നന്നാവും. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ കാണാൻ പോലും കൂട്ടാക്കാത്ത മുഖ്യമന്ത്രി VD സതീശൻ കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയെയും ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നതിന് പിന്നിലെ ദുരൂഹത കൂടി ചിന്തിക്കണം. SNDP നേതാവ് KK മഹേശന്റെ ആത്മഹത്യവുമായി ബന്ധപ്പെട്ട വെള്ളാപ്പള്ളി നടേശനെതിരെ ഉന്നതതല അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ തുടർച്ചയായി കത്തുകൾ നൽകിയിട്ട് മുഖ്യമന്ത്രി അനങ്ങിയില്ല. 2026 ജൂൺ 6 ഒടുവിലായി നൽകിയ പരാതിയിലും സതീശൻ ഒളിച്ചുകളി തുടരുകയാണ്. തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തി പൊന്നാടി അണിയിച്ചതിന് പിന്നാലെയാണ് ഈ കേസന്വേഷണം അട്ടിമറിക്കപ്പെട്ടതെന്ന ആക്ഷേപവും ശക്തമാണ്. ഗുരുതര ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടും വെള്ളാപ്പള്ളിക്ക് സതീശനും ചെന്നിത്തലയും നൽകുന്ന ഈ അവിശുദ്ധ സംരക്ഷണം അണികളിൽ വലിയ വിയോജിപ്പുണ്ടാക്കുന്നുണ്ട്. മുൻപ് പിണറായി വിജയന് പറ്റിയ വലിയ തെറ്റാണ് ഇടതുപക്ഷത്തെ പ്രതിപക്ഷത്താക്കിയതെന്ന് സതീശൻ മറക്കരുത്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ ഇരട്ടത്താപ്പ് നയം തിരിച്ചറിഞ്ഞ് CPM നേതാവ് P ജയരാജൻ ഉൾപ്പെടെയുള്ളവർ വെള്ളാപ്പള്ളിയെ തള്ളി പറയുമ്പോൾ ആ വഞ്ചിയിലാണ് VD സതീശൻ ഇപ്പോൾ കാലുവെച്ചിരിക്കുന്നത്. ഇടതുപക്ഷം തങ്ങളുടെ തെറ്റുകൾ തിരുത്തി ശക്തമായി മുന്നേറാൻ തുടങ്ങിയാൽ സതീശന്റെ ഏകാധിപത്യത്തിൽ മുങ്ങി ഈ UDF സർക്കാർ അറബിക്കടലിൽ താഴുമെന്നതിൽ യാതൊരു സംശയവുമില്ല.